അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഇത്രയും വലിയൊരു മാർക്കറ്റ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ചെറിയൊരു മാർക്കറ്റിലേക്കാണ് നമ്മൾ യു എയിലേക്കും യൂറോപ്പിലേക്കും നമ്മൾ കയറി പോകുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വലിയൊരു വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന മണ്ണ് ഏതാണ്? ഇന്ത്യ മഹാരാജ്യമാണ്. ഈ ഇന്ത്യ മഹാരാജ്യം ഒഴിവാക്കിക്കൊണ്ട് ചൈനയെ കുറിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചൈന ഇങ്ങനെ വളർന്നില്ല. ചൈന വളരാൻ ചൈനന്റെ കൂടെ വളർത്തുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റം കൂടി ഉണ്ട്. നമ്മളെ കൂടെ ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ ഈ പരിമിതികളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മളെ നാടിനെ നമ്മൾ ഇത്രയും ബിൽഡ് ചെയ്തെടുത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരുന്നു നമ്മുടെ മലപ്പുറം ജില്ലയുടെ അവസ്ഥ, എന്തായിരുന്നു നമ്മുടെ എറണാകുളത്തിന്റെ അവസ്ഥ, എന്തായിരുന്നു നമ്മുടെ കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെയും അവസ്ഥ. എണ്ണപ്പെട്ട രാജ്യങ്ങളുടെ ഏറ്റവും വികസിത നഗരങ്ങളിൽ ഒന്നായിട്ട് മലപ്പുറവും കോഴിക്കോടും ഇടം പിടിച്ചില്ലേ. ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നതിൽ നമ്മുടെ ഗവൺമെന്റുകൾ, അതായത് കേരള സർക്കാർ അടക്കം അവരെ അനുമോദിച്ചില്ലേ, അഭിനന്ദിച്ചില്ലേ. അപ്പൊ ഇതൊക്കെ വന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലുള്ള സംസ്കാരം. ഈ സംസ്കാരത്തെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് ആ പകർച്ചയോട് കൂടിയിട്ട് നമുക്കുള്ള ഒരു വളർച്ച ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്കില്ല് ഏറ്റവും വലുത് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ കൾച്ചറാണ് നമ്മുടെ ഏറ്റവും വലിയ സ്കില്ല്. അതാണ് നമുക്ക് വിൽക്കാനുള്ള പ്രൊഡക്റ്റ്. ഓരോ മലയാളിക്കും വിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്നാമോ ചിപ്സ് ഇല്ലേ, നമ്മളെ ചിപ്സ്, കായ് ചിപ്സ്. ആ ചിപ്സിന് മര്യാദക്ക് എന്താണെന്ന് പോലും അറിയാത്ത നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, അറിയോ? ആ ചിപ്സിനെ നല്ലൊരു ബിൽഡപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അതിനെ ഇവിടെ എടുത്തു. എന്തിന്? നമ്മുടെ ഏത്തക്കല്ലേ, വാഴപ്പഴം, ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കുന്നത്, അത് കിട്ടാനില്ലാത്ത നാടാണ് ഏത്? നോർത്ത് ഇന്ത്യ. ഞങ്ങളൊക്കെ ഒരു പഴംപൊരി 25-30 രൂപക്കൊക്കെ കഴിക്കാറ്. കാരണം കിട്ടാനില്ല. വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, പ്യൂർ കോക്കനട്ട് ഓയിൽ കിട്ടാനില്ലാത്ത നാടാണ് ഏത്? നോർത്ത് ഇന്ത്യ. 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയില് കേരളത്തിന്റെ ഒരു മുക്കില് മാത്രമാണ് മര്യാദക്ക് എന്തുള്ളത്? ഭക്ഷണം ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? പട്ടിണി പാവങ്ങളായിട്ടുള്ളവരും പ്രാരാബ്ധമായിട്ടും രുചി എന്താണെന്ന് മനസ്സിലാക്കാത്ത ജനങ്ങളുള്ള നാടാണ് ഈ നോർത്ത് ഇന്ത്യ. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം. എങ്ങനെ അധ്വാനിക്കുക? അവരെ കൾച്ചർ പഠിപ്പിക്കാൻ. കൾച്ചർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്താവണം? ഒരു സർവീസും വെറുതെ ആവണ്ട. കൾച്ചർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്താവണം? അവന്റെ കയ്യിലുള്ള പോക്കറ്റിലുള്ള പണം നമ്മുടെ കീശയിലേക്ക് വരുത്തുന്ന രീതിയിൽ തന്നെ ആവണം. അതാണ് ബിസിനസ്. ഞാൻ പറയുന്നത് സോഷ്യൽ വർക്ക് ചെയ്യാനോ, നിങ്ങൾ സോഷ്യൽ വർക്കിലൂടെ സമൂഹത്തെ നന്നാക്കാനോ അതൊന്നുമല്ല ഞാൻ പറയുന്ന മെത്തേഡ്. നമ്മൾ അവരെ ആഗ്രഹിപ്പിക്കണം, കൊതിപ്പിക്കണം. നമ്മളൊരു സാധനം, ഒരു പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നുകൊണ്ട് നിന്നെ കൊണ്ട് വാങ്ങാൻ ഞാൻ കൊതിപ്പിക്കണം. ഇതിന്റെ ഫീച്ചേഴ്സ്, ഇതിന്റെ ക്യാമറ പവർ, ഇതിന്റെ മോഡൽസ്, ഇതിന്റെ സുഖം, ഇത് ഉപയോഗിച്ചാലുള്ള ഗുണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിന്നെ പറഞ്ഞ് ഞാൻ കൊതിപ്പിക്കണം. ഈ കൊതി നിനക്ക് മൂത്തിട്ട് നീ എന്താവണം? ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം. ഒരു ഫോൺ എക്സാമ്പിൾ, ഫോൺ തന്നെ ഒരു ബിസിനസ് മൈൻഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നീ എന്റെ വ്യക്തിത്വത്തിലേക്ക് ഒരിക്കലും നോക്കില്ലേ. ഈ ഫോൺ വാങ്ങാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഈ ഫോൺ വാങ്ങും. എങ്ങനെ? ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുക ചെയ്ത്. എന്നതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളെ രുചി എന്താണെന്ന് മനസ്സിലാക്കാത്ത മനുഷ്യന്മാരാ. നിങ്ങൾ ഉദ്ദേശിക്കും പട്ടിണി പാവങ്ങളല്ലേ, അവരുടെ പ്രാരാബ്ധത്തിലല്ലേ, അവർ ഭക്ഷണം കഴിക്കാറില്ലല്ലോ, ജോലിക്ക് പോകുന്നില്ലല്ലോ, ജോലിക്ക് പോയാൽ തന്നെ തുച്ഛമായ ശമ്പളമല്ലേ. ഓക്കേ, ഡൺ, എല്ലാം കറക്റ്റാണ്. പക്ഷേ അവരും ജോലിക്ക് പോകുന്നൊക്കെ ഉണ്ട്, അവരും സമ്പാദിക്കുന്നൊക്കെ ഉണ്ട്. ഒരു റിക്ഷക്കാരൻ ഓടുന്ന റിക്ഷയുടെ വരുമാനം എത്ര ഉണ്ട് എന്നറിയോ? 40,000 to 16,000, 18,000. അവിടെ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഊബറിലും ഒലയിലും ഓടുന്നവന്റെ വരുമാനം എത്രയാണ്? 1 lakh. 80,000, 50,000, 60,000, 60,000, 70,000, 1 lakh വരെ ഉണ്ടാക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്, ഏത് സാധാരണക്കാരിൽ തന്നെ. പക്ഷെ അവർക്ക് എങ്ങനെ അതിനെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. ജീവിതം എങ്ങനെ ഒരു പക്വമായ രീതിയിൽ ജീവിക്കണം, നല്ല സാമൂഹിക അന്തരീക്ഷത്തോട് കൂടിയിട്ട് എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചൊന്നും അവർക്ക് ധാരണയില്ല. ഇതൊന്നും മതവിദ്യാഭ്യാസമോ ഭൗതിക വിദ്യാഭ്യാസമോ പഠിപ്പിക്കുകയില്ല. ഇത് എവിടുന്ന് പഠിക്കല്? സമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ടതാ. ആ സമൂഹം ഒന്നടങ്കം ഒരേ കാറ്റഗറിയിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത്, നമ്മൾ വിൽക്കുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് എന്താ? നമ്മുടെ കൾച്ചറാ, നമ്മുടെ സംസ്കാര. നമ്മളെ സംസ്കാരം അവിടെ വിറ്റ് രണ്ടാമത്തത് നമ്മളെ കയ്യിലുള്ള നല്ല സംസ്കാരത്തോട് കൂടിയിട്ട് വന്നവന്റെ കയ്യിലുള്ള നല്ലൊരു പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് ജെനുവിൻ ആവണം കേട്ടോ. എത്തിക്സ് വേണം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനെ പറ്റിക്കണം എന്നുള്ള രീതിയിൽ അവരത് നിങ്ങളുടെ ഇറങ്ങിച്ചെല്ലല്ലേ. അവിടെ നല്ല തനതായ രീതിയിൽ കളങ്കമില്ലാത്ത മനസ്സോട് കൂടിയിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട സന്ദേശം കൊടുത്ത് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് കൊടുത്ത് വരുമ്പോൾ അവന്റെ പോക്കറ്റിലുള്ള 500, 1000, 2000, 50,000 നിന്റെ പോക്കറ്റിലേക്ക് എത്തും. ഞാൻ അടുത്തത് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഈ ഒരു വർഷക്കാലത്തോളം UP, ബീഹാർ, പഞ്ചാബ്, ഹരിയാന, ഈ ഒരു 4 ഏരിയയിലാണ്, മുംബൈ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹരിയാന, UP, പഞ്ചാബ്, ഡൽഹി, ഈ ഒരു ഏരിയ ഇങ്ങനെ ഇതിലായിരുന്നു ഞാൻ കൂടുതലായിട്ട്. മറ്റുള്ളവർക്ക് പോകും വരും എന്നുള്ളതല്ലാതെ
കൂടുതലായിട്ട് കശ്മീറും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അടുത്തത് ഞാൻ പിടിക്കാൻ പോകുന്നത് ബീഹാറാണ്. ബീഹാറിൽ ഞാൻ പോയി വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ, മാർക്കറ്റിലേക്ക് നിർബന്ധ സമയത്ത് പോകുന്നുണ്ട് വരുന്നുണ്ട് എന്നല്ലാതെ അവിടെ ഞാൻ ഒരു മാസം പോലും കണ്ടിന്യൂ ആയിട്ട് താമസിച്ചിട്ടില്ല. ഇനി ബീഹാറിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ബീഹാർ എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങളുള്ള നാടാണ്, എന്നാൽ ഏറ്റവും വലിയ ധനികരുള്ള നാടുമാണ്. ഒരുപാട് പണക്കാരുള്ള നാടാണ് അവിടെ. അവിടെ നമുക്കൊരു ചാൻസ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് മലയാളി? എന്റെ കമന്റ് ബോക്സിലും എന്റെ റീൽസിലും എന്നെ തെറി പറയുന്ന എത്ര ആളുകളുണ്ട്. ഞാൻ അവരെ സത്യം പറയാലോ, എനിക്ക് 3.5 കോടി മലയാളികൾ എന്റെ പ്രൊഡക്റ്റ്, എന്റെ സർവീസ് ഒന്നും എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു ചുക്കുമില്ല, എനിക്കൊരു പ്രശ്നമില്ല. ഇനി ഇന്ത്യക്കാർ 140 കോടി ജനങ്ങളും എന്റെ പ്രൊഡക്റ്റ് എടുത്തില്ല എന്ന് വിചാരിച്ചിട്ടും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ അഹങ്കാരത്തോട് കൂടിയിട്ട് പറയില്ല, എന്റെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പറയാം. 140 കോടി ജനങ്ങൾ എന്നെ കൈയൊഴിഞ്ഞ്, 3.5 കോടി മലയാളികൾ എന്നെ കൈയൊഴിഞ്ഞ്, ലോകം ഒന്നായിട്ട് എന്നെ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ സർവീസ്, അതല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന എന്താവട്ടെ, അത് വാങ്ങാൻ ലോകത്ത് എപ്പോഴും ഒരു മനുഷ്യരുണ്ടാവും. അവരിലേക്ക് ഞാൻ കടന്നു ചെല്ലുക എന്നുള്ളത് മാത്രം ഞാൻ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് 3.5 കോടി മലയാളികൾക്കിടയിൽ ഇത്രയും വലിയൊരു മാർക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിട്ടും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്ന സർവീസ് വളരെ കുറവല്ലേ. ഞാൻ എപ്പോഴേലും ആർക്കേലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എത്തിച്ച് കൊടുത്ത്, കാരണം എന്താ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം മലയാളീസ് എൻ്റെ കയ്യിലുള്ള 5000 പീസ് സർപ്ലസ്, അതല്ലെങ്കിൽ മിനിമം എൻ്റെ ക്വാണ്ടിറ്റിയാണ് 5000 പീസസ് സർപ്ലസ്, 5000 പീസസ് പാൻറ്, ബാഗ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മിനിമം ക്വാണ്ടിറ്റി 5000 ആദ്യമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. പിന്നീട് അതെനിക്ക് വല്ലാത്തൊരു തലവേദന ആയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഈ മിനിമം ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരുവിധ മലയാളിക്കൊന്നും നമ്മളെ പറ്റാം. പിന്നീട് പറയാനുള്ളത് ഈ ഹോട്ടൽ മാർഗങ്ങൾ. ഹോട്ടൽ എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കിട്ടാനില്ലാത്ത നാടാണ്. ലോകത്തിലെ വലിയ വലിയ നഗരങ്ങളും ലോകത്തിലെ ലോകത്തിന്റെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നല്ല ഭക്ഷണം കിട്ടാനില്ല എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. നിങ്ങൾ കേരളത്തെയും ബാംഗ്ലൂരിനെയും ആന്ധ്രയെയും ഹൈദരാബാദിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടുന്ന നാടാണ് എന്നൊന്നും വിശ്വസിക്കരുത്. നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്നില്ല. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതിന് നല്ലൊരു വൃത്തിയുമില്ല. ഇനി ഇതെല്ലാം ഒതുങ്ങി ചേർന്നുകൊണ്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹൈ ലെവൽ ഹോട്ടൽസ് മാത്രമാണ്. നല്ല ഭക്ഷണം കിട്ടാൻ ഹൈ ലെവൽ ഹോട്ടൽസ്, 5 സ്റ്റാർ ഹോട്ടൽസ്, മിനിമം 3 സ്റ്റാർ ഹോട്ടൽസ്, ആ ഒരു കാറ്റഗറിയുള്ള വൃത്തിയായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ വൃത്തിയുള്ള രുചിയുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നത്. ഈ ഹോട്ടലിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കലേ നോൺ വെജ് എങ്ങനെ പ്രാക്ടിക്കൽ ആവുന്ന? ഒരു കുഴപ്പമില്ല മോനെ, അതൊക്കെ വെറുതെ പറയുന്ന. നോൺ വെജ് ഒക്കെ അടിപൊളിയായിട്ട് പോകും. പറയും ബീഫ് പോകില്ല എന്നൊക്കെ ആരൊക്കെ ഇങ്ങനെ വിചാരിച്ചു വെക്കുക. പിന്നെ മറ്റുള്ളത് സംഭവിക്കുന്നൊക്കില്ല. അവിടെ ബീഫ് ഇതാക്കി അതില്ല ഇതില്ല. ഞാൻ ഡൽഹിന്റെ തെരുവിൽ പച്ചക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ അവരോട് ചോദിച്ചാ. ഒരു ദിവസം ഞാൻ ഒരു 6 മാസം അടുപ്പിച്ചാണ് എൻ്റെ വോക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി നടന്ന് എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ, ഭക്ഷണം കഴിക്കാനൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഞാൻ താമസിക്കുന്നത് ബുറാറിയിലാണ്. ഒരു ദിവസം ഞാൻ നിസാമുദ്ദീൻ പറഞ്ഞു, എനിക്ക് നല്ല ഭക്ഷണത്തിന് പൂതിണ്ട്. അപ്പൊ നിസാമുദ്ദീൻ ഞാൻ കഴിച്ചാണ് പോയി. പിന്നെ ഡൽഹിയിൽ നിന്ന് സീപ്പിന്റെ ഭാഗത്താണോ തോന്നുന്നു, അത് ഞാൻ റെയിൽവേന്റെ അവിടെ എവിടെയോ ഓർമ്മയില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബീഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ 1-2 കടയിൽ കയറിയപ്പോ ബീഫില്ല. പിന്നെ ഞാൻ കടയിൽ കയറുന്ന വടിക്ക് റോട്ടിൽ ഇറങ്ങിയാണ്ട് റോട്ടിൽ വന്ന് ഭയ്യ ബീഫേ അങ്ങനെ പബ്ലിക്കിൽ ചോദിച്ചാ. അതില് നടന്നൊക്കെ എന്നെ ആട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ പൊട്ടന്മാര് തന്നെ ഞാൻ ഇങ്ങനെ പോയി ഒരു കടയിൽ കയറിയപ്പോ ഓനിന്റെ നേരക്ക് ഇങ്ങോട്ട് കുറച്ച് ചാടി അങ്ങോട്ട് വന്നത്. എനിക്കാണ് ദേഷ്യം പിടിച്ചത്. ഞാൻ ഇന്ത്യയിലാണ് തുടങ്ങി. അനക്കെന്ത് ചെയ്താളെ? ഞാൻ ബീഫും തിന്നും, ചിക്കനും തിന്നും, പോർക്കും തിന്നും. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. എനിക്ക് ബീഫ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ബീഫ് ഇല്ല പറഞ്ഞ പോരെ. എന്തിനാ മാതൃ ഷൂട്ട് വിളിച്ചിട്ട് പോലെ പറഞ്ഞാൽ ഞാനും കുറെ തെറിയേണ്ടി പറഞ്ഞു. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, എന്നിട്ട് ഞാൻ എന്റെ ഈ ഡയലോഗും കൂടിയിട്ട് എന്ത് അറിയോ, ഞങ്ങള് കേരളത്തിൽ നിന്ന് വരുന്നവർ, ഞങ്ങളവിടെ ചിക്കനും തിന്നും, ബീഫും തിന്നും, മട്ടണും തിന്നും, പോർക്കും തിന്നും. ഞങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരാ. ഞങ്ങളുടെ മേലില് ബീഫ് തിന്നാൻ പാടില്ല, നിങ്ങൾ ആരെയും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്, നടപടിയാണ്, കേസല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളാണ് പ്രസംഗം നടത്തിയാണ് പോകുന്നത്. എനിക്ക് ഒന്നാമത് വിശന്ന് നിൽക്കണേ, രണ്ടാമത് ഈ പറഞ്ഞ സംഗതി എനിക്ക് തീരെ പറ്റുകയും ചെയ്തില്ല. ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ബീഫും പറ്റും. അത് പറഞ്ഞതിന്റെ പേരിലൊന്നും ഒരു കുട്ടിയും ചോദിച്ചാനൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ ബീഫ് പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് തിന്നാൻ പറ്റുന്ന ഏരിയകളിൽ പറ്റും. ഇപ്പൊ തമിഴ്നാട് ബീഫ് കിട്ടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ എല്ലാ ഏരിയയിലും ബീഫ് പ്രാക്ടിക്കൽ ആവില്ലല്ലോ. കാരണം എന്താ, ഇപ്പൊ താമ്രം ആ സൈഡില് അവരുടെ ബ്രാഹ്മണ ആളുകൾ ജീവിക്കുന്ന ആ ഭാഗത്ത് ബീഫ് പ്രാക്ടിക്കൽ ആവില്ല. കാരണം എന്താ, അവര് കഴിക്കൂല.
ഇത്രേ ഉള്ളൂ, പ്രാക്ടിക്കൽ ആവില്ല എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെ അതാത് ഏരിയ ഇപ്പോൾ എന്റെ അടുത്തേക്ക് ബിസിനസ്സുമായി ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഒരാൾ വരുന്ന സമയത്ത് അയാൾ ഇടുന്ന ദേശം സ്ഥലം ഏതാ നോക്കും, അവിടുത്തെ കമ്മ്യൂണിറ്റി ഏതാ നോക്കും, അവിടുത്തെ ജനസാന്ദ്രത എത്ര നോക്കും, അവിടുത്തെ എത്ര ആളുകളുണ്ട് നോക്കും. അത് ഏത് ബിസിനസ് ആയിട്ട് എന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യമാണ്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങാനീ എന്നുള്ളത്. അപ്പോ യൂത്ത് ഇനിയെങ്കിലും നിങ്ങൾ ഈ യൂറോപ്പിനെയും ജിസിസിയെയും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഈ പറക്കുന്ന ഈ യാത്ര ഉണ്ടല്ലോ, ഒരു ഗുണവും കിട്ടൂലേ. ഞാൻ പറഞ്ഞെന്ന് മാത്രം, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് നോർത്ത് ഇന്ത്യ വലിയൊരു സ്പേസ് ആണ്. നമുക്ക് നല്ല ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നല്ല വസ്ത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മോഡൽസുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഈ ഡിസൈൻസ്, ഇന്റീരിയർ ഡിസൈൻസ്. സംഭവം പണിയെടുക്കുന്നതൊക്കെ യു പിക്കാരാണ് ഈ കാര്യം. പക്ഷെ വർക്ക് എടുക്കണം നിങ്ങളെ, വേറെ ഒരു മൊയിന്റെ വർക്കല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ നാട്ടിലെ ആർക്കിടെക്ചേഴ്സ്, എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള വർക്കും പിന്നെ ഇവിടത്തെ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളവർക്കും ഭയങ്കര ഡിഫറൻറ്റാ. എത്രയോ തമിഴന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉങ്ക ഊരിലെ ഡിസൈൻസ് ചേർക്കില്ല, അന്ന് മാതിരി ഡിസൈൻസ് എല്ലാം. അതാ പറഞ്ഞു അവന് തമിഴ് എന്നോട് പറയുന്നത്, നാട്ടിൽ ആ നാടൻ ലുക്കില്ല, അത് ഭയങ്കരാണ്. ഇതൊക്കെ തന്നെ നമുക്കും വേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള ലുക്കൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും വന്നിട്ട് ഈ ലോകം ഒന്ന് കണ്ടു നോക്കണം. ഇന്ത്യ എന്ന രാജ്യം കണ്ടാൽ മനസ്സിലാവും നമ്മളൊക്കെ ബ്രാഹ്മണന്മാരാ. 3.5 കോടി മലയാളികളും ബ്രാഹ്മണന്മാരാ, റിച്ച രാജാക്കന്മാരാ എന്ന് വിശ്വസിക്കുന്നവരാ ഞാൻ. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യണം, നിങ്ങൾ വരണം, വന്ന് സഞ്ചരിച്ചു നോക്കി. പിന്നെ ഇതൊന്നും അല്ലാത്ത ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അത് പബ്ലിക്കിൽ ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. അപ്പോ പല ഐഡിയാസും തവണകളായിട്ട് പറയാം. നമുക്ക് ഇതിൽ ലെങ്ത് ഒരുപാട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ബ്ലോഗറല്ല. എൻ്റെ ഇന്ന് മറ്റുള്ളവർ പോലെ ഇങ്ങനെ മധുരിപ്പിക്കുന്ന വാക്കുകളും അങ്ങനത്തെ ഒന്നുമല്ല. സീതെ എൻ്റെ വാക്കുകൾ, എൻ്റെ സംസാരങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ ഇടപഴകാറുള്ളത്. സോ ഐ എം നോട്ട് ബ്ലോഗർ, ഐ എം നോട്ട് ബ്ലോഗർ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ നെക്സ്റ്റ് ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആശയം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ പ്രാക്ടിക്കൽ ആവുന്ന തോന്നുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് നോർത്തിലേക്ക് പോയി 1 മന്ത് അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് അതാത് ഏരിയ കണ്ടെത്തിക്കോളൂ. ബെറ്റർ ആവും, വിജയിക്കും. എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.